ഞങ്ങളെപ്പോലെ ഇനി ഒരു മാതാപിതാക്കളും വേദനിക്കരുത്, ഒരു കുട്ടിയും ഇങ്ങനെ കൊല ചെയ്യപ്പെടരുത്. കോഴിക്കോട് താമരശ്ശേരിയിൽ ഷഹബാസിൻ്റെ ഉപ്പയും ഉമ്മയും ചങ്കുപൊട്ടുന്ന വേദനയോടെയാണ് അവൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. കേസിൽ ഇനിയും കൂടുതൽ കുട്ടികൾ പിടിയിലാകാനുണ്ട്. ചില മാതാപിതാക്കൾക്കും കൊലപാതകത്തിൽ പങ്കുണ്ടെന്നും ഷഹബാസിൻ്റെ പിതാവ് ആരോപിക്കുന്നു. കേസിൽ ഒരു വിദ്യാർത്ഥി കൂടി അറസ്റ്റിലായി. നേരത്തെ പിടിയിലായ വിദ്യാർത്ഥികളൊരാൾ ഷഹബാസിൻ്റെ സുഹൃത്താണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കുറ്റകൃത്യത്തിൽ പ്രതികളുടെ മാതാപിതാക്കളുടെ പങ്കും പോലീസ് അന്വേഷിച്ചു വരികയാണ്. പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു വിദ്യാർത്ഥിയെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആക്രമണം ആസൂത്രണം ചെയ്യാൻ കുട്ടികൾ അയച്ച സന്ദേശങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. തുടർന്ന് സംഭവത്തിന് സാക്ഷിയായവർ അടക്കമുള്ള വിദ്യാർത്ഥികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരാളെ കൂടി കസ്റ്റഡിയിലെടുത്തത്. കേസിലെ പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത നഞ്ചക്ക ആക്രമണത്തിന് ഉപയോഗിച്ച സാഹചര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ടയാളുടെ വീട്ടിൽ നിന്നാണ് നഞ്ചക്ക കണ്ടെടുത്തത്. മകന്റെ കയ്യിൽ പിതാവാണോ ആയുധം കൊടുത്തുവിട്ടത് എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. ആക്രമണം നടത്താനുള്ള ഗൂഢാലോചനയിൽ ഇയാളുടെ പങ്ക് അന്വേഷിക്കും. മുതിർന്നവരുടെ പ്രേരണയാലാണോ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് കുറ്റകൃത്യം നടത്തിയത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരെയും പ്രതി ചേർക്കും. കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഇതിനായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. 6ാമത് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥിയുടെ തുടർ പരീക്ഷകൾ എങ്ങനെ വേണമെന്ന കാര്യം വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിച്ച് തീരുമാനിക്കും. കേസിൽ പ്രതികളായ 5 വിദ്യാർത്ഥികൾക്കായി ജുവനൈൽ ഹോമിൽ പ്രത്യേകം പരീക്ഷാ കേന്ദ്രം തയ്യാറാക്കിയിരുന്നു. ഷഹബാസിനെ ആക്രമിച്ച വിദ്യാർത്ഥികൾക്ക് കുട്ടികളുടെ മാനസികാവസ്ഥയല്ലെന്ന് കഴിഞ്ഞ ദിവസം റൂറൽ SP വ്യക്തമാക്കിയിരുന്നു. കുട്ടികളുടെ മനോനില ഇത്തരത്തിലായതിന് കാരണം എന്താണെന്ന് കൗൺസിലർമാരുടെ സഹായത്തോടുകൂടി പോലീസ് പരിശോധിക്കും. ന്യൂസ് 18 കോഴിക്കോട്.